സ്വാഗതം സുസ്വാഗതം സ്വാഗതം സുസ്വാഗതം സ്വാഗതം സുസ്വാഗതം സ്വാഗതം സുസ്വാഗതം രാജീവ്ജിക്ക് സ്വാഗതം രാജീവ്ജിക്ക് സ്വാഗതം കൊട്ടാരക്കരയിലേക്ക് സ്വാഗതം കൊട്ടാരക്കരയിലേക്ക് സ്വാഗതം സ്വാഗതം സുസ്വാഗതം സ്വാഗതം സുസ്വാഗതം ജയ് 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 ബിജെപി ജയ് 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 ബിജെപി സ്വാഗതം സുസ്വാഗതം ഒരെണ്ണം മേടിച്ച് വീണ്ടും രാജീവ്ജിക്ക് സ്വാഗതം രാജീവ്ജിക്ക് സ്വാഗതം ജയ് ബിജെപി ജയ് ജയ് നരേന്ദ്രമോദി. അംബേദ്കറുടെ 135ാമത് ജയന്തി ദിനത്തോടനുബന്ധിച്ച് പുഷ്പാർച്ചന നടത്തേണ്ടതാണ്. വേദിക്ക് മുന്നിലായി BR അംബേദ്കറുടെ ഛായാചിത്രം ഒരുക്കിയിട്ടുണ്ട്. ശ്രീ രാജീവ് ചന്ദ്രശേഖർ അവർ ഉദ്ഘാടന ഭദ്രദീപം കൊളുത്തി ഉദ്ഘാടനം നിർവഹിച്ചിട്ടുള്ളത്. ആദ്യം ഈസ്റ്റ് ജില്ലാ അധ്യക്ഷ ഉപകാരം തരും. ഇവിടെ വന്ന എല്ലാവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം. ഇത് ഉദ്ഘാടന പ്രസംഗമാണെന്ന് പറഞ്ഞത്, ഞാൻ അത് ചെയ്യാൻ പോകുന്നില്ല. പ്രസംഗിക്കുന്ന ഒരു ഹാബിറ്റ് ഇതുവരെ ഞാൻ ഡെവലപ്പ് ചെയ്തിട്ടില്ല. അതുകൊണ്ട് ഞാൻ പറയാൻ പോകുന്നതെല്ലാം എൻ്റെ മനസ്സിലും ഹൃദയത്തിൽ ഉള്ള ഐഡിയാസ് എല്ലാം കാര്യങ്ങളാണ് പറയാൻ പോകുന്നത്. ആദ്യമായിട്ട് ഇന്ന് വിഷുവാണ്, അംബേദ്കർ ജയന്തിയുമാണ്. ഈസ്റ്റ് കൊല്ലം ഡിസ്ട്രിക്റ്റിൻ്റെ ഓഫീസ് ഉദ്ഘാടനമാണ്. ഈ 3 ആഘോഷിക്കുന്ന ഒരു ഇവന്റിന് ഞാൻ എല്ലാവർക്കും ആശംസകൾ പറയുന്നു. ഇത് ഏറ്റവും നല്ലൊരു ഓഫീസാണ് ഞാൻ കാണുന്നത്. അതുകൊണ്ട് ജില്ലാ പ്രസിഡന്റ് എൻ്റെ വിശേഷമായിട്ടൊരു കൺഗ്രാറ്റുലേഷൻസ്. ഞാൻ മുമ്പോട്ട് വെക്കുന്നതും ഞാൻ പറയാൻ പോകുന്നത് ഒന്ന് നോട്ട് ചെയ്യണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നത്, നമ്മുടെ നാട്ടിൽ മാറ്റം വേണം, മാറ്റം കൊണ്ടുവരണം. ഇവിടുത്തെ രാഷ്ട്രം മാറണം എന്ന് ജനങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട്. ഇത് BJP NDA അല്ല പറയുന്നത്. ഇവിടുത്തെ യുവാക്കൾ, സ്ത്രീകൾ, കർഷകർ, മത്സ്യത്തൊഴിലാളികൾ, മിഡിൽ ക്ലാസ് എല്ലാവർക്കും ഈ ഇന്ത്യ കഴിഞ്ഞ 10 കൊല്ലം നരേന്ദ്രമോദിജി മുമ്പോട്ട് കൊണ്ടുപോയി ഫ്രജൈൽ 5 എന്നൊരു ടോപ്പ് 3 ഇക്കോണമി ആക്കുമ്പോൾ നമ്മുടെ നാട്ടില് തൊഴില്, നിക്ഷേപം ഒന്നും വരുന്നില്ല. ഇവിടുത്തെ യുവാക്കൾ, നമ്മുടെ ആസറ്റായ യുവാക്കളെല്ലാം നാട് വിട്ട് പുറത്തു പോകുന്നു. ഇതെല്ലാം കണ്ട് മനസ്സിലാക്കി ഇവിടുത്തെ ജനങ്ങൾക്ക് മാറ്റം വേണമെന്ന് ഞാൻ മനസ്സിലാക്കിയിട്ട് എല്ലാവർക്കും മനസ്സിലാവുന്നുണ്ട്. ഇതിൽ ആർക്കും സംശയമുണ്ടോ? ഇല്ല. ആ മാറ്റം കൊണ്ടുവരാൻ ഈ നാട്ടിലോ ഈ രാജ്യത്തിലൊരു പാർട്ടി ഉണ്ടെങ്കിൽ അത് BJP NDA ആണ്. അതെന്തുകൊണ്ട് ഞാൻ പറയാം. പക്ഷെ ഞാൻ അന്ന് ആദ്യത്തെ ദിവസം സംസ്ഥാന കൗൺസിലിൽ പറഞ്ഞത് ഇതാണ്, നമ്മുടെ ദൗത്യം, പാർട്ടിന്റെയും എന്റെയും എല്ലാവരുടെയും, രാജീവ് പ്രസാദ് ജിന്റെ ദൗത്യം, ഇവിടുത്തെ ടീം, ജില്ലാ ഭാരവാഹികളുടെ ദൗത്യം, എല്ലാ പ്രവർത്തകരുടെ ദൗത്യം, നമ്മുടെ നാടിന് മാറ്റം കൊണ്ടുവരണം. അതിനു വേണ്ടിയിട്ടാണ് ഞാൻ അന്ന് സംസ്ഥാന കൗൺസിൽ പറഞ്ഞത്, ഈ മാറ്റം കൊണ്ടുവരാൻ ആണ് നമ്മുടെ ദൗത്യമാണെങ്കിൽ അധികാരത്തിൽ വരണം. അപ്പൊ ഞാൻ അന്ന് പറഞ്ഞത് ഇന്നും പറയുന്നു,
മാറ്റം കൊണ്ടുവരാനും ജനങ്ങളുടെ ജീവിതത്തിൽ വ്യത്യാസം കൊണ്ടുവരാനും ഒരു അവസരം പിടിച്ച് അധികാരത്തിൽ വന്നില്ലെങ്കിൽ ഞാൻ ഇവിടുന്ന് മടങ്ങിപ്പോകുന്നില്ല എന്ന് അന്ന് പറഞ്ഞു, ഇന്ന് പറയുന്നു. ഇതാണ് നമ്മുടെ എല്ലാവരുടെയും ദൗത്യം. അപ്പോൾ അധികാരം എന്ന് പറയുന്നത് ഒരു ജയം പരാജയം എന്നായിട്ടല്ല കാണുന്നത്. ഇത് ഇവിടുത്തെ നമ്മുടെ നാടിന്റെ ഒരു ട്രജക്ടറി മാറ്റാൻ BJP NDA അധികാരത്തിൽ വന്നാലേ ഇത് നടക്കുള്ളൂ. അപ്പോൾ അത് പറഞ്ഞിട്ട് അതാണ് നമ്മുടെ ദൗത്യമെന്ന് വിചാരിച്ചാൽ എന്താണ് നമുക്ക് ചെയ്യേണ്ടത്? എന്താണ് നമ്മളുടെ അധ്വാനം? ഈ വരുന്ന 5-6 മാസം ലോക്കൽ ബോഡി ഇലക്ഷൻ ഉണ്ട്, അത് കഴിഞ്ഞിട്ട് ഒരു 4 മാസം കഴിഞ്ഞിട്ട് അസംബ്ലി ഇലക്ഷൻ ഉണ്ട്. ജയിക്കണം എന്ന് പറഞ്ഞാൽ മതിയോ? ഇല്ലല്ലോ. അപ്പോ ഈ ഒരു വരുന്ന മാസം നമ്മൾ ചെയ്യാൻ പോകുന്നത് എന്താണ്, നമ്മൾ പറയാൻ പോകുന്നത് എന്താണ്, അതിനെ പറ്റി ഒന്ന് 2-3 കാര്യങ്ങൾ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു. BJP NDA എന്താണ് ഐഡിയോളജി? ജനങ്ങൾക്ക് ഞങ്ങൾ BJP NDA പറ്റി ചോദിക്കുമ്പോൾ എന്താണ് BJP ഒരു ലക്ഷ്യം? അധികാരം എന്ന് പറഞ്ഞു, മാറ്റം എന്ന് പറഞ്ഞു. അത് നരേന്ദ്രമോദിജി 2014 വന്നപ്പോൾ, ഇന്ന് അംബേദ്കർ ജയന്തി ദിവസമാണ്, അതുകൊണ്ട് ഇത് ഒരു റിപ്പീറ്റ് ചെയ്താൽ നല്ലൊരു അതിൻ്റെ ഒരു ഇമ്പോർട്ടൻസ് ഉണ്ട്. BJP ഒരു ഐഡിയോളജി എല്ലാവരുടെ ഒപ്പം എല്ലാവർക്കും വേണ്ടി പ്രവർത്തിക്കുന്ന പ്രവർത്തകരുടെ പാർട്ടി. BJP പ്രവർത്തകരുടെ പാർട്ടിയാണ്. ഞാനിന്നൊരു നേതാവാനല്ല നാട്ടിൽ വന്നിരിക്കുന്നത്. ഞാൻ നേതാവല്ല, ഒന്ന് മനസ്സിലാക്കിയാൽ മതി. ഞാനൊരു പ്രവർത്തകനാണ്. ഇവിടുത്തെ പ്രവർത്തകർ BJP കേരളയുടെയും NDA കേരളയുടെയും പ്രവർത്തകരെ മുമ്പോട്ട് കൊണ്ടുപോയി അവരെ നേതാവാക്കാനാണ് ഞാൻ ഇവിടെ വന്നിരിക്കുന്നത്. അപ്പോൾ എല്ലാവരുടെ ഒപ്പം എല്ലാവർക്കും വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു പാർട്ടി, അതാണ് BJP. അതിന് എനിക്ക് വളരെ സന്തോഷമുണ്ട്. രാജീജി ഇന്ന് തന്നെ ഒരു ഹെൽപ്പ് ഡെസ്ക് കാണിച്ചു. 30 ഡിസ്ട്രിക്ട്സിൽ ഞങ്ങൾ ഹെൽപ്പ് ഡെസ്ക് ലോഞ്ച് ചെയ്യാൻ പോകുന്നു. ഈസ്റ്റ് കൊല്ലം ആദ്യത്തെ ഒരു ഡിസ്ട്രിക്ട് ഓഫീസാണ് ഈ ഹെൽപ്പ് ഡെസ്ക് ലോഞ്ച് ചെയ്യുന്നത്. വളരെ സന്തോഷമുണ്ട്. എല്ലാവർക്കും കൺഗ്രാറ്റുലേഷൻ. അപ്പോൾ ഈ എല്ലാവരുടെ ഒപ്പം എല്ലാവർക്കും വേണ്ടി പ്രവർത്തിക്കുന്ന പാർട്ടി ആണ്. ഈ ഇവിടെ പുരോഗതിയും വികസനം കൊണ്ടുവരാൻ ഒറ്റൊരു കഴിവുള്ള പാർട്ടിയാണ് BJP. അത് എന്തുകൊണ്ടെന്ന് ചോദിച്ചാൽ, ഇത് ഞാൻ പറയുന്നതെല്ലാം ഒന്ന് മനസ്സിലാക്കി നിങ്ങൾ ജനങ്ങളെ മീറ്റ് ചെയ്യുമ്പോൾ ഇതെല്ലാം പറയേണ്ടതാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. 10 കൊല്ലം ജനങ്ങളെ വിശ്വസിച്ച് നരേന്ദ്രമോദിജിക്ക് ഒരു മാൻഡേറ്റ് കൊടുത്തു. അതേസമയം 10 കൊല്ലം ജനങ്ങൾ CPM ഒരു മാൻഡേറ്റ് നമ്മുടെ നാട്ടിൽ കൊടുത്തു. നരേന്ദ്രമോദിജി വരുന്ന മുമ്പേ 10 കൊല്ലം ജനങ്ങൾ, നമ്മുടെ ഡെമോക്രസി അല്ലേ, കോൺഗ്രസിന് ഒരു മാൻഡേറ്റ് കൊടുത്തു. അപ്പൊ ഈ 3 പാർട്ടിന് ജനങ്ങളെ വിശ്വസിച്ച് മാൻഡേറ്റ് കൊടുക്കുമ്പോൾ അവരെന്താണ് ചെയ്യുന്നത്? നരേന്ദ്രമോദിജിക്ക് കിട്ടിയ മാൻഡേറ്റ് ഉണ്ട്. അദ്ദേഹം ഈ ഇന്ത്യ ഭാരതത്തിന് എവിടുന്ന് എങ്ങോട്ട് കൊണ്ടുപോയി, എന്നിട്ട് നമ്മൾ വികസിത് ഭാരതത്തിനെ പറ്റി ഇന്ന് മുമ്പോട്ട് നോക്കുമ്പോൾ ഒരു വികസിത് ഭാരതം ഉണ്ടാക്കാൻ നമുക്കൊരു കഴിവുണ്ട്, ഇത് ഉണ്ടാക്കും എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. അതേ സമയത്ത് 10 കൊല്ലം ജനങ്ങൾ, നമ്മുടെ നാട്ടിൽ ജനങ്ങൾ CPMനൊരു അധികാരത്തിൽ വന്ന് സർക്കാർ ഉണ്ടാക്കാൻ ഒരു അവസരം കൊടുത്തു. അവരെന്ത് ചെയ്യുന്നു? എന്ത് ചെയ്തു? ഇന്ന് ഈ നാട്ടിൽ കടമെടുത്തില്ലെങ്കിൽ സർക്കാർ എന്ന് പറഞ്ഞ സംവിധാനം നടക്കില്ല. ആശാ വർക്കേഴ്സിന് കൊടുക്കാൻ കാശില്ല. KSRTC സർക്കാർ പണിയെടുക്കുന്ന അവർക്ക് കാശ് കൊടുക്കാൻ കാശില്ല. പെൻഷന് കാശില്ല. പിന്നെ ഇൻഫ്രാസ്ട്രക്ചറിൽ വിടും. ഈ നാട്ടിൽ നടക്കുന്ന ഡെവലപ്മെന്റ് എന്ന് പറഞ്ഞ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് നരേന്ദ്രമോദിജി അയച്ച പണവും നരേന്ദ്രമോദിജി കൊടുക്കുന്ന സ്കീമാണ്.
അപ്പൊ അത് CPM. മൂന്നാമത് കോൺഗ്രസ് എന്ത് ചെയ്തു? കോൺഗ്രസിന് കിട്ടിയിട്ടില്ല 10 കൊല്ലം സെന്ററിലും, ഇപ്പൊ കർണാടകയിലും ഹിമാചൽ പ്രദേശിലും തെലങ്കാനയിലും. അവരെന്ത് ചെയ്യുന്നു? ആ കിട്ടിയ വിശ്വാസം അതിനെ വഞ്ചിച്ച് ഒരു പ്രീണ അഴിമതി രാഷ്ട്രം, അത് ഹിമാചലാണോ തെലങ്കാനയാണോ കർണാടകയാണോ, ഇവിടെ വന്നാൽ ഇവിടെ. അതുകൊണ്ട് ശരിക്കും തൊഴിലും ഇൻവെസ്റ്റ്മെന്റും ഒരു പുതിയ ഭാവി ഉണ്ടാക്കാൻ കഴിവുള്ള ഒരു പാർട്ടി ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇത് BJP NDA ആണ്. അതിൽ ആർക്കും ഒരു സംശയമില്ല, ജനങ്ങൾക്കൊരു സംശയമില്ല. അതുകൊണ്ട് എൻ്റെ ഒരു അഭ്യർത്ഥന, ഈ ലോക്കൽ ബോഡി ഇലക്ഷൻ വരുന്ന മുമ്പ് മെയ്, ജൂൺ, ജൂലൈ, ഓഗസ്റ്റ് എത്രയോ ചെറിയതും വലിയ ടാസ്കും പണി ചെയ്യാനുണ്ട്. അത് ഡിസ്ട്രിക്ട് പ്രസിഡന്റിന് മനസ്സിലായിട്ടുണ്ട്. അത് ഡിസ്ട്രിക്ട് പ്രസിഡന്റ് പറയും. ഇതെല്ലാം നമ്മളൊരു ടീമായിട്ട്. ഞാൻ ഇവിടെ വന്നപ്പോൾ ആദ്യം ഒരു മാധ്യമം, നമ്മുടെ മാധ്യമം ഭയങ്കര ഫേമസ് ആണല്ലോ ഈ നാട്ടിൽ, എന്നോട് ചോദിച്ചു, നിങ്ങൾ ഏത് ഗ്രൂപ്പിലാണ്? BJP ഞങ്ങൾ കേട്ടിട്ടുണ്ട് ഒരു 4-5 ഗ്രൂപ്പ് ഉണ്ട്. അപ്പം ഞാൻ പറഞ്ഞു, നോക്ക്, ഈ പാർട്ടിയിൽ ഒരൊറ്റ ഗ്രൂപ്പേ ഉള്ളൂ. ആ ഗ്രൂപ്പിന്റെ പേരെന്താ അറിയാം? വികസിത കേരളം. ജനങ്ങളുടെ ഒരു ഗ്രൂപ്പാണ് BJP കേരള. അപ്പോൾ ഒരു ഗ്രൂപ്പും ഇല്ല. ഇത് നമ്മൾ ഒറ്റക്കെട്ടായിട്ട് ഈ മിഷൻ, വികസിത കേരളത്തിന്റെ മിഷൻ, മെയ് തൊട്ട് ഇലക്ഷൻ വരെ അധ്വാനിച്ച്, കഠിന അധ്വാനം പരിശ്രമിച്ച് നമുക്ക് നല്ല ഫലം കിട്ടുന്ന എനിക്ക് ഭയങ്കര കോൺഫിഡൻസ് ഉണ്ട്. അപ്പോൾ വരുന്ന മാസത്തിൽ വോട്ടർ പട്ടികയിൽ വോട്ടേഴ്സിനെ ചേർക്കാൻ ഒരു വലിയൊരു ഒരു പ്രോഗ്രാം നടത്തണം. അത് ഞാൻ പേഴ്സണലി എല്ലാ ഡിസ്ട്രിക്റ്റിനും മോണിറ്റർ ചെയ്യും. എന്നിട്ട് ആരാണെങ്കിലും എന്നെ ഏത് സമയത്തും വിളിക്കാനോ ഇമെയിൽ ചെയ്യാനോ ഒരു സജഷൻ കൊടുക്കാനോ എന്നെ ഡയറക്റ്റ് ആയിട്ട് കോണ്ടാക്ട് ചെയ്യാൻ അതിൻ്റെ ഒരു സംവിധാനം ഞങ്ങൾ ഉണ്ടാക്കും. അപ്പോൾ ഞാൻ വാക്ക് ചുരുക്കുന്ന മുമ്പ് ഒരിക്കൽ കൂടി പറയുന്നു, ഈ വരുന്ന തെരഞ്ഞെടുപ്പ് ജനങ്ങൾ മാറ്റം എക്സ്പെക്ട് ചെയ്യുന്നൊരു തെരഞ്ഞെടുപ്പാണ്. ജനങ്ങൾക്ക് മാറ്റം വേണം. BJP ആണ് ഈ മാറ്റം ഉണ്ടാക്കാനും കൊടുക്കാനും കഴിവുള്ളൊരു പാർട്ടി. നമ്മൾ അധ്വാനിച്ചാൽ, ഒറ്റക്കെട്ടായിട്ട് ഒരു ടീമായിട്ട് അധ്വാനിച്ചാൽ, ഈ ലോക്കൽ ബോഡി ഇലക്ഷനിലും രാജീവ് പറഞ്ഞ മാതിരി 200 വാർഡിലും വരുന്ന, അത് കഴിഞ്ഞിട്ട് അസംബ്ലി ഇലക്ഷനിലും നമുക്ക് നല്ല വിജയം കിട്ടാൻ ഒരു നല്ലൊരു അവസരമാണ്. ഇത് മനസ്സിൽ വെച്ചിട്ട് അധ്വാനിക്കുക. അതാണ് എൻ്റെ ഒരു അഭ്യർത്ഥന. എല്ലാവർക്കും ഒരിക്കൽ കൂടി ആശംസകൾ. വിഷു എല്ലാവരുടെയും കുടുംബങ്ങളും എല്ലാവർക്കും ആശംസകൾ. അത് പറഞ്ഞ് ഞാൻ വാക്ക് ചുരുക്കുന്നു. ഭാരത് മാതാ കി, ഭാരത് മാതാ കി, ഭാരത് മാതാ കി.